ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ആൾക്കാർ ബി എസ് നഴ്സിംഗ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും, എടുക്കാൻ പോകുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ബി എസ് നഴ്സിംഗ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്നാണ് പറയാൻ പോകുന്നത്. ഇതിലെ 5 ടോപ്പ് കെയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാഫ് നേഴ്സ് ആണ്. സ്റ്റാഫ് നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 4 കൊല്ലത്തെ കോഴ്സാണ് ബി എസ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അതിൽ തിയറി പ്രാക്ടിക്കലും കൂടി ചേർന്നിട്ടാണ് ഈ ബി എസ് നഴ്സിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ക്ലിനിക്കൽ ഡ്യൂട്ടി എടുക്കും. അങ്ങനെ നമുക്ക് എന്ത് പറ്റും, ഇഞ്ചക്ഷൻ എടുക്കാതെ പഠിക്കാൻ പറ്റും. അതുപോലെ വൈറ്റൽ സയൻസ് എടുക്കുന്നത്, അങ്ങനെ എല്ലാം നേരം നമുക്ക് പഠിച്ചിട്ടായിരിക്കും നമ്മൾ ബി എസ് നഴ്സിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നമ്മളെല്ലാം തന്നെ പഠിച്ചിരിക്കും. അങ്ങനെ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ കയറുമ്പോൾ നമ്മൾ സ്റ്റാഫ് നേഴ്സായിട്ടായിരിക്കും കയറാം. പിന്നെ അത് നമ്മൾ എക്സ്പീരിയൻസ് അനുസരിച്ച് പ്രൊമോഷൻ കിട്ടിയിട്ട് സീനിയർ സ്റ്റാഫ് നേഴ്സ് ആവും, പിന്നെ വാർഡ് ഇൻചാർജ് ആവും, അങ്ങനെ ലാസ്റ്റ് നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാഫ് നേഴ്സ് ഇത് പറയുന്നത്. ഇതിൽ നമ്മുടെ ഇന്ത്യയിലെ സാലറി എന്ന് പറയുന്നത് പ്രൈവറ്റിലാണെങ്കിൽ 18 to 40K 40,000 വരെയാണ് പെർ മന്ത് നമുക്ക് സാലറി കിട്ടും ഇന്ത്യയിൽ. ഇനി ഇന്ത്യയിൽ ഗവൺമെൻറ്റിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ 45 മുതൽ 80,000 വരെ നമുക്ക് പെർ മന്ത് സാലറി കിട്ടും. ഇനി അബ്രോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ബി എസ് നഴ്സിംഗ് പഠിച്ച് 1-2 കൊല്ലം എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം IELTS എന്ന് പറയുന്നൊരു എക്സാം ഉണ്ട്. ആ എക്സാം എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അബ്രോഡിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ അബ്രോഡിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് മാസം 1 lakh മുതൽ 4 lakh വരെ നമുക്ക് സാലറി ഉണ്ടാവും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് സ്റ്റാഫ് നഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ICU നഴ്സ് ആയിട്ടാണ്. ഫസ്റ്റ് BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാഫ് നഴ്സ് ആയിട്ട് കയറുന്നു. സ്റ്റാഫ് നഴ്സ് ആയി കഴിഞ്ഞ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ICU സ്പെഷ്യലൈസേഷൻ വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ICU നഴ്സായിട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് കയറാം. അത് 1-2 വർഷം ആ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പുറത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ IELTS എഴുതിയിട്ട് അബ്രോഡ് പോവാം. അത് 1-2 വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇനി ICU നഴ്സിന്റെ സാലറി ഇന്ത്യയിൽ വരുന്നത് ഫ്രഷേഴ്സിന് തന്നെ 20 to 35K മന്ത്ലി വരുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞവർക്ക് ഒരു 35 to 60K വരെ വരും. ഇനി അബ്രോഡിനൊക്കെ ആണെങ്കിൽ സാലറി ഒരു 1.5 to 6 lakh വരുന്നുണ്ട്. അത് എക്സ്പീരിയൻസ് അനുസരിച്ച് മാറാൻ ചാൻസ്. അപ്പോൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് അബ്രോഡ് ICU നഴ്സായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നഴ്സിംഗ് ഓഫീസറാണ്. നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മൾ ബി എസ് നഴ്സിംഗ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് എടുത്ത് കഴിഞ്ഞ് നമുക്ക് നോർസെറ്റ് പ്രിപ്പറേഷൻ ഉണ്ട്. അതായത് നോർസെറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം. ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നഴ്സിംഗ് ഓഫീസറായിട്ട് കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ നഴ്സിംഗ് ഓഫീസറായി കയറാം. പിന്നെ സീനിയർ നഴ്സിംഗ് ഓഫീസർ ആവും, പിന്നെ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്പർ ഉണ്ടാവും, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്പർ ഉണ്ടാവും, നഴ്സിംഗ് സൂപ്പർ ഉണ്ടാവും, ചീഫ് നഴ്സിംഗ് ഓഫീസറായിട്ട് നമ്മൾ അത്രയും വലിയൊരു പൊസിഷൻ വരെ നമുക്ക് ഈ ഒരു കരിയറിൽ എത്താൻ പറ്റും. ഇത് നമ്മൾ കൂടുതൽ എല്ലാവരും എയിംസ് ആണ് പ്രിഫർ ചെയ്യാറ്. കാരണം നമ്മുടെ ഹൈ സാലറിയാണ് പറയുന്നത്. ഇവിടെ സാലറി എന്ന് പറയുന്നത് പെർ മന്ത് 44 മുതൽ 1 lakh വരെ വരും. അത് എക്സ്പീരിയൻസ് അനുസരിച്ച് കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നഴ്സിംഗ് ഓഫീസറിൽ പറയാനുള്ളത്. അടുത്തതെന്ന് പറയുന്നത് നഴ്സിംഗ് ലെക്ചറായിട്ടാണ്. ഇപ്പോൾ നഴ്സിംഗ് എടുത്തു, പക്ഷെ നിങ്ങൾക്ക് ക്ലിനിക്കൽ വേണ്ട, പഠിപ്പിക്കാനാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് നഴ്സിംഗ് ലെക്ചറായിട്ട് കയറാം. അതായത് ഫസ്റ്റ് BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് MSc എടുക്കുക. MSc കഴിയുമ്പോഴേക്കും നമ്മൾ ക്ലിനിക്കൽ ട്യൂട്ടറായിട്ട് കയറണം. ക്ലിനിക്കൽ ട്യൂട്ടറായിട്ട് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴേക്കും പ്രൊമോട്ടഡ് ആയിട്ട് നമുക്ക് അസിസ്റ്റന്റ് ആവാം, അസോസിയേറ്റ് ആവാം, അതായത് പ്രൊഫസർ ആവാം. അത് കഴിഞ്ഞ് നമുക്ക് പ്രിൻസിപ്പളും ആവാം. ഇവിടെ സാലറി വരുന്നത് പെർ മന്ത് ഫ്രഷേഴ്സിന് 30 to 60K ആയിരിക്കും. എക്സ്പീരിയൻസ് കൂടുന്നതോറും ചാൻസ് കൂടുതലാണ് സാലറി മാറാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അതെന്ന് പറഞ്ഞാൽ BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് MBA എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റും. അതെന്ന് പറയുന്നത് CAT, CMAT, MAT, SAT, NMAT എന്ന് പറയുന്ന എക്സാംസ് ആണ്. ഇത് എഴുതി നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ബെസ്റ്റ് കോളേജിൽ തന്നെ MBA പഠിക്കാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ കിട്ടും. ഏറ്റവും മികച്ച ബെസ്റ്റ് കോളേജ് ഏതാണെന്ന് വെച്ചാൽ TISS മുംബൈയിലുള്ള TISS കോളേജും, അതുപോലെ എയിംസ്, അതുപോലെ IIHMR യൂണിവേഴ്സിറ്റി, ജയ്പൂരിലുള്ള IIHMR യൂണിവേഴ്സിറ്റി പറയുന്ന കോളേജാണ് മികച്ച കോളേജാണ് പറയുന്നത്. ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററായിട്ടും ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കൺസൾട്ടൻറ്റോ ഹെൽത്ത് കെയർ പ്രൊജക്ട് മാനേജറോ ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കയറി കഴിയുമ്പോൾ പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞാൽ നമ്മളതിൽ ഓപ്പറേഷൻ മാനേജറാവും, പിന്നെ ജനറൽ മാനേജറാവും, പിന്നെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാവും, ലാസ്റ്റ് ഹോസ്പിറ്റലിലത്തെ CEO തന്നെ ആയിട്ട് മാറാൻ പറ്റും. അപ്പം പിന്നെ ഇവിടുത്തെ സാലറി എന്ന് പറയുന്നത് പെർ ആനം 18 ലക്ഷം വരെ രൂപ നമുക്ക് കിട്ടും. ഇനി അത് നമ്മൾ എക്സ്പീരിയൻസ് ആയി അതിപ്പോൾ നമുക്ക് കുറേ എക്സ്പീരിയൻസ് ആയി നമ്മൾ CEO ഒക്കെ ആയി മാറിക്കഴിഞ്ഞാൽ നമുക്ക് കോടി വരെ കിട്ടാൻ ചാൻസ് ഉള്ളൊരു മികച്ച ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു നല്ലൊരു കരിയറാണ് ഈ MBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്.
അപ്പം ഈ 5 നമ്മളുടെ ഈ ബി.എസ്.സി നഴ്സിംഗ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ടോപ്പ് 5 ബെസ്റ്റ് കരിയർ ഓപ്ഷൻ ആഫ്റ്റർ ബി.എസ്.സി നഴ്സിംഗ് എന്ന് പറയുന്നത്. ഏതൊക്കെയാ? ICU നഴ്സ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് ലെക്ചറർ, നഴ്സിംഗ് ഓഫീസർ ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഈ 5 നമ്മളുടെ ബെസ്റ്റ് കരിയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.